ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയത് തിരിച്ചവിടെ നിന്ന് പോവുകയാണ്. സൊലാങ് വാലിയിലൊക്കെ നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടു, നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് ചെയ്തു. അതിനുശേഷം തിരിച്ച് നമ്മൾ മണാലിയിലേക്കുള്ള സ്റ്റേയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ആൾക്കാർ മാഗി കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേസ്, ഇവിടുത്തെ ആ ഒരു മഞ്ഞ കളറിലെ സൈഡിൽ ടാർപ്പ പോലെ കെട്ടിയിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്നതും, പിന്നെ ആ റോഡിലൊക്കെ ഫുള്ള് ഫ്രീസായിട്ടുണ്ട്. സോ വണ്ടിയൊക്കെ ഓടിക്കാൻ വളരെ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ടൈമാണ്. നല്ല റോഡൊക്കെ ഫുള്ള് ഫ്രീസാണ്. നമ്മളും ചർക്കിയൊക്കെ വിടാൻ വേണ്ടി പോയി. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയുള്ളൂ പോകുന്നവർ. ഞാനൊക്കെ പിന്നെ നമ്മളെ ബൂട്ട് വെച്ച് അല്പം ഒന്ന് ചവിട്ടി കറക്റ്റ് പ്രസ് ചെയ്ത് തന്നെ പോയി, അല്ലെങ്കിൽ വീഴുമെന്ന് പറഞ്ഞ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഓൺ ദ വേ. ഫ്രണ്ട്സ്, അങ്ങനെ ഈ മഞ്ഞത്തൊക്കെ വന്നിട്ട് കുറച്ച് നമ്മുടെ പൈൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് നടക്കാമെന്ന് കരുതി. പൈൻ നിറച്ച് നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഈ പൈൻ്റെ ഇടയ്ക്കൂടെ ആ ഒരു സ്നോ വീഴുന്ന നടക്കുന്നതിന് നടക്കാൻ വല്ലാത്തൊരു അങ്ങനെ ആ സ്നോ വീഴുന്ന് കിടക്കുന്ന അടുത്ത് പൈൻ മരങ്ങളും പണ്ട് ഫോട്ടോസിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു വൈബ്. അതിൻ്റെ ഈ മരങ്ങളുടെ ഇടയ്ക്ക് ഇത് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കേട്ടോ കാണാൻ വേണ്ടി. നമ്മളല്ലാതെ പോയി നിന്ന് തുറസായിട്ടുള്ള പ്ലേസിൽ നമ്മൾ കാണുന്നതിനേക്കാൾ ഒരു പ്ലെയിൻ ഏരിയയെക്കാളും കുറച്ച് ഇങ്ങനെ പ്ലാന്റ്സ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കുക ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. കാരണം അതിൻ്റെ വായിൽ നിന്ന് വരുന്ന തണുപ്പൊക്കെ കറക്റ്റ് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് തണുപ്പും ആ ഒരു ഫീലായിരുന്നു. ഈ വണ്ടിയാണ് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറേ നമുക്ക് അതാണെങ്കിൽ നല്ല റേറ്റാണ്, 2000 രൂപ അടുപ്പിച്ചാണ്. നമുക്ക് ഒരാൾക്ക് ഏകദേശം നല്ലൊരു റേറ്റ് ആവും ഇതിൽ പോകണമെങ്കിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ കുതിരയിൽ പോയത്. കുതിരയിൽ നമുക്ക് ഒരാൾക്ക് 200 to 400 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരാൾക്ക് പെർ. ഇവിടെ കുറച്ച് ആൾക്കാർ കുറച്ച് ഗെയിം കളിയൊക്കെയാണ്, ചൂതുകളി പോലെ എന്തോ ആവാം. ഇതെല്ലാം ആപ്പിൾ തോട്ടമാണ് രണ്ട് സൈഡിലും കാണാം. അങ്ങ് മുകളിൽ മലകൾ നിരകളിൽ നമ്മുടെ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന മലനിരകളും, ഇവിടെ രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടങ്ങൾ കാണാം. ആപ്പിൾ തോട്ടങ്ങൾക്ക് ഫുള്ള് അതെല്ലാം ഇലയെല്ലാം കൊഴിഞ്ഞ് നിൽക്കുകയാണ്, ഫുള്ള് മഞ്ഞ് വീട് കിടക്കുകയാണ് എൻ്റെ സൈഡിലേക്ക്. അത്യാവശ്യം നേരം വൈകി വരികയാണ്. ഈ വണ്ടിയൊക്കെ അവർ കൊണ്ടുപോകുന്നത് വളരെ സൂക്ഷിച്ചാണ്. മീൻസ് ഇതൊരു കല്ലിനിടയ്ക്കൂടെയൊക്കെ സ്പീഡിൽ പോവുകയാണെങ്കിൽ അവർക്ക് അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ്. ആ വണ്ടി മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കി നിന്നെയാണ്, അവരോട് ഒതുക്കിയിട്ട്. തിരിച്ച് ആ ഒരു നമുക്ക് ആ ബ്രിഡ്ജ് വഴി ക്രോസ് ചെയ്ത് പോകാം. ബട്ട് നമ്മുടെ ഡ്രൈവർ വേറൊരു പ്ലേസിലാണ് വണ്ടി ഇട്ടിരുന്നത്. സോ നമ്മൾ ബ്രിഡ്ജ് വഴി തിരിച്ച് ക്രോസ് ചെയ്ത് പോകുന്നില്ല. നമ്മൾ വേറൊരു ഈസി ഷോർട്ട് കട്ട് പോലൊരു വേ വഴിയാണ് നമ്മളടുത്ത് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡ്രൈവർ നമ്മൾ അതുവഴി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ബട്ട് അപ്പോഴേ അവരുടെ വാക്ക് കേട്ട് അതുവഴി വന്നാൽ മതിയായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. സൊലാങ് വാലി പോയി കണ്ടതിനേക്കാളും എനിക്ക് ബ്യൂട്ടി നമുക്ക് ഈ തിരിച്ച് പോയ ഈ പ്ലേസൊക്കെ തോന്നി. കാരണം വെള്ളമൊക്കെ ഉള്ള ടൈമിൽ ഇതുവഴി വെള്ളം ഒഴുകുന്ന പ്ലേസാണ്. ബട്ട് ഇതൊക്കെ എല്ലാം ഇപ്പം സ്നോ കവർ ചെയ്ത് കിടക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ആൾക്കാർ കുറച്ച് അവരുടെ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്നോമാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൽ കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്തത്, അതിന് കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിയൊക്കെ വല്ലാത്തൊരു ബ്യൂട്ടിയാണ്. വഴി മാറിപ്പോയെന്നാ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാലത്തിൽ കൂടെ പോയാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നു. ബട്ട് അതിനേക്കാളും 100 ഇരട്ടി ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു ഇത്. പാലത്തിൽ കൂടെ പോയാൽ കുറച്ച് ആൾക്കാരെയും കണ്ട് കുറച്ച് തിരക്കിലൂടെ നമുക്ക് അങ്ങ് മൂവ് ചെയ്യുന്നു. ബട്ട് ഇത് ആ പ്രകൃതിയുടെ ആ ശബ്ദമൊക്കെ കേട്ട് അല്പം റിസ്ക്കാണ്. സൂക്ഷിച്ച് പോവുക, ചർക്കി അടിച്ച് വിടരുത്. പിന്നെ നമ്മുടെ ഇതുവഴിയൊക്കെ പോകുന്ന ഇതിൽ നാട്ടുകാരനൊരാളാണ് നമ്മുടെ ഡ്രൈവർ. സോ നമുക്ക് പേടിയൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. ഞാൻ ഗോപ്രോ കാരണം ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ പാടാണ്. എന്നാലും ഞാൻ ഗോപ്രോ കൂടെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരുത്തൻ വീഴാൻ പോയി. പാജിന് വീണായിരുന്നു. നല്ല ചർക്കലുണ്ട്, ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇതാണ് നമ്മളിവിടെ നിന്ന് തിരിച്ച് വന്ന വഴിയുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അതിനുശേഷം നല്ല രാത്രിയായി. അപ്പോൾ കുറേ എടുക്കുന്ന വീഡിയോസാണ്. ഇതിൻ്റെ ലൈഫിൽ ഞാൻ ഒരിത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് ഇതുപോലെ ഒരു വീഡിയോ എടുക്കണമെന്ന്. മീൻസ് ആ ഒരു കളർ കണ്ട വല്ലാത്തൊരിതാണ്. നമുക്ക് ആ രാത്രി നമുക്ക് കണ്ണുകൊണ്ട് അതേ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമുക്കതെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും ലൈറ്റ് കൂട്ടി ജസ്റ്റ് അല്ലാതെ ഒന്ന് എടുത്തതാണ്. അങ്ങ് നമ്മുടെ മണലിലേക്ക് പോകാനുള്ള വഴിയിലാണ് ആ വീടും അതൊക്കെ കാണുന്നത്. കാരണം മഞ്ഞിലൂടെ നടക്കുന്ന ആ മഞ്ഞിനെ ചവിട്ടി ആ നടക്കുന്ന ശബ്ദമൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല കറക്റ്റ് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു.
അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. വിഷമമുണ്ട്, കാരണം ഇനി മഞ്ഞ് കുറേ വർഷം കഴിഞ്ഞല്ലേ വീണ്ടും ചിലപ്പോൾ വരികയാണെങ്കിൽ എനിക്കിതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ട്. ബട്ട് ഈ തണുപ്പ് കാരണം മിസ്സിങ് ഞാൻ സഹിച്ച് വീട്ടിലേക്ക് എത്തണമെന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മണാലിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നാളെ കുളുവിൽ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ല ബ്യൂട്ടി ആയിരുന്നു, ഒറിജിനലായിട്ട് കാണാൻ വേണ്ടി കണ്ണുകൊണ്ട് കണ്ടതായിട്ടുള്ള ആ ഒരു ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. വീഡിയോയിലൂടെ കാണുമ്പോൾ അത് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾ കഴിയണമെങ്കിൽ ഇവിടേക്കൊന്ന് പോയി കാണുക. സോലാങ് വാലിയിൽ നിന്ന് തിരിച്ചു വന്ന് ആ ഒരു വഴിയിൽ ആ ഒരു നല്ല കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തുടർന്ന് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുളുവിലുള്ള പാരാഗ്ലൈഡിങ്, പിന്നെ അങ്ങനെ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാം ഒന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോസെല്ലാം സപ്പോർട്ട് ചെയ്യണം, മൊത്തം കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ.